ഹായ് ഗൈസ്, ഞാൻ ഒരു സ്ട്രോങ് കൃഷ്ണ ഡിവോട്ടിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കൃഷ്ണ വിഗ്രഹങ്ങൾ ഉണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് വൺ ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ്. വെണ്ണ ഉണ്ണുന്നൊരു കൃഷ്ണനാണ്. ഒത്തിരി ഇഷ്ടമാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കൃഷ്ണൻ. ഓക്കെ, എനിക്കെൻ്റെ അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ PhDക്ക് ജോയിൻ ചെയ്തപ്പോൾ അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു കൃഷ്ണ വിഗ്രഹം. ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. കൂടെ ഒരു മയിലൊക്കെ ഉണ്ട്. വിസിബിൾ ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഓക്കെ, നല്ല രസമാണ്. ഇത് നമ്മുടെ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ സപ്താഹത്തിന് 11 ദിവസം പൂജിച്ച കൃഷ്ണ വിഗ്രഹമാണ്. അതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇതിൽ ശരിക്കും ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതും ഞാൻ മള്ളിയൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. മള്ളിയൂർ സപ്താഹത്തിന് പൂജിച്ച കൃഷ്ണ വിഗ്രഹം. ആദ്യം കാണിച്ചതിനേക്കാൾ കുറച്ചുകൂടി ചെറുതാണിത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതിനേക്കാളും നല്ല വലിപ്പമുള്ളതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വലിപ്പം ഇങ്ങനെ കുറഞ്ഞു വരുന്നു. നല്ല ചൈതന്യമാണ്. നല്ല ഭംഗിയുള്ളൊരു കൃഷ്ണ വിഗ്രഹം. പിന്നെ ഉള്ളത് അത് രണ്ടും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാട്ടോ. അതിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് എനിക്ക് അറിയുന്ന ഒരു സ്വാമിയുണ്ട്. നല്ല ക്ലോസാണ് സ്വാമി ഫാമിലി ആയിട്ടൊക്കെ. അവിടെ ചെന്നിട്ടുള്ള പരിചയമാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും പോകുന്ന സമയത്ത് ആ സ്വാമി ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാണ് ഈ ഒരു കൃഷ്ണൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കിങ്ങനെ എളിയിൽ കൈകുത്തി നിൽക്കുന്ന കൃഷ്ണനെ ഒന്ന് വാങ്ങണം എന്ന് നല്ല ആഗ്രഹമായിരുന്നു. അപ്പോൾ രാജു സ്വാമി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഓൾവേസ് എൻ്റെ ഫേവറേറ്റ് വൺ. പിന്നുള്ളത് ശരിക്കും എൻ്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ കൃഷ്ണ വിഗ്രഹം എന്ന് പറയാം. ഇത് ഞാനൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട്, എൻ്റെ ഫ്രണ്ടൊന്നുമല്ല, സ്ട്രേഞ്ചർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ആളെനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇത് ഞാൻ കളയണമെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു. പക്ഷേ ഭഗവാനിലേക്ക് എന്നെ അടുപ്പിച്ചൊരു കൃഷ്ണ വിഗ്രഹം ഇതാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാനിത് കൊണ്ട് നടക്കുന്നുണ്ട്. എപ്പോഴും ഇതെൻ്റെ കൂടെ ഉണ്ട്. പൊതുവെ അങ്ങനെ കൃഷ്ണ ഡിവോട്ടി ആവുന്നതിന് മുമ്പ് തന്നെ ഭഗവാനെ എപ്പോഴും ഞാൻ വിളിക്കുമായിരുന്നു. കൃഷ്ണ എന്ന് എപ്പോഴും എൻ്റെ വായിൽ വരുമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ കൃഷ്ണ ഡിവോട്ടി അല്ലായിരുന്നു. ഇപ്പോൾ പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കൃഷ്ണ ഡിവോട്ടിയാണ്. പിന്നെ ഇത് രണ്ടും കൂടാതെ ഒരു വെണ്ണ ഉണ്ണുന്ന കൃഷ്ണൻ്റെ ഒരു വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോയി. കളയേണ്ടതായിട്ട് വന്നു, വീട്ടിൽ നിന്ന് മാറ്റേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതങ്ങനെ പോയി. ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അത്. പിന്നെ ഒരു വിഗ്രഹം, അത് കണ്ണൂർ ഏട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ നിന്ന് വിഷുവിന് പോയപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി ഏട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ചതായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള വിഗ്രഹമായിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ആക്സിഡൻ്റലി അത് ടേബിളിൽ നിന്ന് വീണ് ഉടഞ്ഞു പോയി. അങ്ങനെ അതും കയ്യിൽ നിന്ന് പോയി. അത്രേ ഉള്ളൂ. ടാറ്റാ.